അവള് പോയിട്ട് ഇത്രയും സമയമായി. ഇവിടെ ആർക്കും ഒരു കുലുക്കമില്ല. സിദ്ധു, ഈ സ്ഥാനത്ത് നമ്മുടെ രജനിയാണ് പോയതെങ്കിൽ സിദ്ധു ഓരോ ന്യായം പറഞ്ഞ് ഇങ്ങനെ തണുത്തു നിൽക്കോ? രജനി ഇറങ്ങി പോവില്ല. നമ്മുടെ മോൾക്ക് തിരിച്ചറിവുണ്ട്. ആ തിരിച്ചറിവ് പല കാര്യങ്ങളിലും അവൾ കാണിച്ചിട്ടുമുണ്ട്. മീരയുടെ സ്വഭാവമായിരുന്നെങ്കിൽ ഇഷ്ടമില്ലാത്ത ഒരാളെ അവൾക്ക് വിവാഹം കഴിക്കേണ്ടി വരില്ലായിരുന്നു. അവളിങ്ങനെ ഒറ്റപ്പെട്ട് വീട്ടിൽ നിൽക്കേണ്ടി വരില്ലായിരുന്നു. ഏതു വിഷയം സംസാരിച്ചാലും അതിനിടയിൽ എന്നെ കുത്തി പറയാൻ മനഃപൂർവ്വം എന്തെങ്കിലും കണക്ട് ചെയ്യുക സിദ്ധുവിന്റെ സ്ഥിരം ശീലമാ. ഞാൻ എന്ത് മനഃപൂർവ്വം ചെയ്തു? ഞാൻ പറഞ്ഞ സത്യമാണെന്ന് തനിക്ക് വ്യക്തമായിട്ട് അറിയാം. അച്ഛാ, ഇപ്പൊ ഒരു തർക്കം വേണ്ട. നിന്നോട് ആരാടി അഭിപ്രായം ചോദിച്ചേ? ഭാര്യയും ഭർത്താവും സംസാരിക്കുന്നതിനിടയിൽ നീ തലയിടുന്ന എന്തിനാ? ആ, അതമ്മ പറഞ്ഞ കറക്റ്റാ. ദേവി, നീ ഈ വഴക്കിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട. അകത്ത് ചെന്ന് സന്തോഷമായിട്ട് പാട്ട് കേൾക്കുകയോ TV കാണുകയോ ചെയ്യും. മീര പോയതിന് നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? മീരയ്ക്ക് എന്തു പറ്റി? മീര എവിടെ പോയി എന്നൊക്കെ പേടിച്ച് നീ വെറുതെ BP കൂട്ടണ്ട. നീ ചെല്ല്. ആഹാ, അത് ശരി. അതിനിടയില് അമ്മയ്ക്കും മകന്റെ വകയും പരിഹാസം. അതെങ്ങനെയാ? അച്ഛനെ കണ്ടല്ലേ മോൻ പഠിക്കുന്നത്. അമ്മ സമാധാനമായിട്ടിരിക്കെ. മീര ഇങ്ങ് വന്നോളും. അവളെ അന്വേഷിച്ച് പോകാൻ മടിച്ചിട്ട് ഇങ്ങും വന്നോളൂ എന്നൊരു എളുപ്പ വാചകം പറഞ്ഞാ മതിയല്ലോ. നന്ദ, ഞാൻ വീണ്ടും ചോദിക്കാം, നിനക്ക് മീരെ നോക്കി പോവാൻ പറ്റുമോ? അമ്മേ, ഇവിടെ മീരയാണ് തെറ്റുകാരി. ഈ ഇറങ്ങിപ്പോക്ക് അവള് വീണ്ടും വീണ്ടും ആവർത്തിക്കുക. അതുകൊണ്ട് തന്നെ ഇനി അവളെ അന്വേഷിച്ചിറങ്ങാൻ എനിക്ക് വയ്യ. പിന്നെ മുമ്പൊരിക്കലും അവളെ രക്ഷപ്പെടുത്താൻ നോക്കിയതിന്റെ ഫലമാ അവളുടെ കഴുത്ത് എനിക്ക് താലി കെട്ടേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് പോവാൻ വയ്യ. ഞാൻ പറഞ്ഞ ആരും അനുസരിക്കില്ല. എന്തെങ്കിലും ആപത്ത് വന്നു കഴിഞ്ഞിട്ടും. പ്രഭ, നീ വെറുതെ പേടിക്കണ്ട. കാര്യങ്ങൾ അവൻ പറഞ്ഞതെല്ലാം ശരിയല്ലേ? അവള് വരും, നമുക്ക് കാത്തിരിക്കാം.